بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيد الأنبياء وأشرف المرسلين وعلى آله وأصحابه الفائزين أما بعد. മുഹറം 9-10 ഈ രണ്ടു ദിവസങ്ങൾ വളരെ ശ്രേഷ്ഠതയർഹിക്കുന്നു. താസുആ 9 പറയുന്നു, ആശൂറാ 10 പറയുന്നു. നോമ്പെടുക്കൽ അതിശക്തമായ സുന്നത്തുള്ള ദിവസങ്ങളാണ് ഇത് രണ്ടും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരുന്ന നോമ്പാണ് മുഹറം 10. സ്വഹാബത്ത് കിറാം ആവേശപൂർവ്വം ആ നോമ്പെടുത്തു. ചെറിയ കുട്ടികളെ കൊണ്ടുപോലും അവർ നോമ്പെടുപ്പിച്ചു. ഒരു വർഷത്തെ പാപങ്ങൾ പൊറുപ്പിക്കാൻ മാത്രം ശക്തിയുള്ള നോമ്പാണ് മുഹറം 10 നോമ്പ്. 9ാമത്തെ നോമ്പ് അനുഷ്ഠിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹം പ്രകടിപ്പിച്ചു. ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ല അസൂമന്ന താസിഅ, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 9 ദിവസത്തെ നോമ്പ് കൂടെ ഞാൻ എടുക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 2 നോമ്പും മുഅക്കദായിട്ട് മഹാന്മാർ രേഖപ്പെടുത്തി. കുടുംബത്തിന് ഭക്ഷണ വിശാലത ചെയ്യാൻ പറ്റിയ സുന്ദരമായ ദിവസമാണ് മുഹറം 10. അതുവഴി ആ വർഷം മുഴുവനും തൻ്റെ ഭക്ഷണത്തിൽ വിശാലതയുണ്ടാകുമെന്ന് ഹദീസിൽ കാണാം. ധാരാളം പ്രവാചകന്മാരുടെ ചരിത്ര സംഭവത്തിന് സാക്ഷിയാണ് മുഹറം 10. പ്രത്യേകിച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മഹാസംഭവം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ ഇഷ്ടജനങ്ങൾക്ക് വേണ്ടി ഈ പ്രപഞ്ചത്തിൻ്റെ സംവിധാനങ്ങളെപ്പോലും മാറ്റി മറിക്കുമെന്നുള്ളതിൻ്റെ തെളിവാണിത്. ഫറോവയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി, അഥവാ തൻ്റെ സമുദായത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള രക്ഷാമാർഗമായിരുന്നു കടൽ കടന്നപ്പുറത്തേക്ക് പോവുക എന്നത്. നൗകയും മറ്റു മാധ്യമങ്ങളുമില്ലാത്ത സാഹചര്യത്തിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വടി അതുകൊണ്ട് അടിക്കാൻ വേണ്ടി അല്ലാഹു ആവശ്യപ്പെടുകയായിരുന്നു. അടിച്ച സമയത്ത് കടലിലെ വെള്ളം 2 ഭാഗങ്ങളിലേക്ക് മാറി സുന്ദരമായൊരു വഴി പ്രത്യക്ഷപ്പെടുകയാണ്. ഇത് പ്രപഞ്ചത്തിൻ്റെ സ്വാഭാവിക പ്രകൃതി നിയമത്തിന് വിരുദ്ധമാണ്. ഈ രൂപത്തിൽ വെള്ളം മാറി നിന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അക്കരെ അണഞ്ഞുവെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ടായ ഈ ഒരു രക്ഷയ്ക്ക് ശുക്ർ ചെയ്തുകൊണ്ടാണ് മുഹറം 10 നോമ്പ് പൂർവ്വകാലത്ത് അനുഷ്ഠിക്കപ്പെട്ടിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നസൂമുഹു തഅലീമൻ ലി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് ഞങ്ങൾ ആ മുഹറം 10 നോമ്പെടുക്കുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു വലിയ നിഅമത്ത്, വലിയ അനുഗ്രഹം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുഅ്ജിസത്ത് പ്രകടമായ ദിവസമാണ് മുഹറം 10. അതിനനുസ്മരണമാണ് മുഹറം 10 നോമ്പ്. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ടു. ആ സമയത്ത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, വെള്ളത്തിൻ്റെ ആഴിയിൽ മത്സ്യത്തിൻ്റെ വയറ്റിൽ കൂരാക്കൂരിരുട്ടിൽ അള്ളാഹുവിൻ്റെ ശക്തമായ പരീക്ഷണത്തിൽ പതറാതെ അള്ളാഹുവിലെല്ലാം തവക്കുൽ ചെയ്തുകൊണ്ട് നിരന്തരമായി തസ്ബീഹിൻ്റെ മന്ത്രം ഉരുവിട്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആല യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി. അത് മുഹറം 10 ദിവസമാണ് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അതും ഒരു മഹാത്ഭുതം തന്നെയാണ്. സാധാരണഗതിയിൽ മത്സ്യം വിഴുങ്ങിക്കഴിഞ്ഞാൽ മനുഷ്യൻ മരിച്ചു പോകും. പക്ഷേ അള്ളാഹുവിൻ്റെ അപാരമായ കഴിവ് ഇവിടെ പ്രകടമാവുകയാണ്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുഅ്ജിസത്തും. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം
പ്രവാചകന്മാരിൽ കടുത്ത രോഗബാധിതരായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പരീക്ഷണങ്ങൾ നൽകി അദ്ദേഹത്തെ പരീക്ഷിച്ചിട്ടുണ്ട്. മക്കൾ മരിച്ചുപോയി, സമ്പത്ത് നശിച്ചുപോയി. അതിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയത് മുഹറം 10 അന്നാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പൽ അത് നങ്കൂരമിട്ടത് മുഹറം 10 ഇങ്ങനെ നിരവധി പ്രവാചകന്മാരുടെ ചരിത്ര സംഭവങ്ങൾ അഥവാ മുസ്ലിമീങ്ങൾക്ക് സന്തോഷവും പ്രവാചകന്മാരുടെ ജീവിതത്തിൽ വലിയൊരു ആശ്വാസവുമൊക്കെ ലഭിച്ചിട്ടുള്ള മുഹറം 10 എന്തുകൊണ്ടും അനുസ്മരിക്കപ്പെടേണ്ട ഒരു ദിവസം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾ ആവേശപൂർവ്വം ആ ദിവസത്തെ അനുസ്മരിക്കുകയും അന്ന് നോമ്പെടുക്കുകയും ചെയ്യുന്നു. ആകയാൽ മുഹറം 9-ന്റെയും 10-ന്റെയും നോമ്പ് എടുക്കാനുള്ള സന്മനസ് നമുക്കൊക്കെ ഉണ്ടാകണം. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാണ്. ഒരു വർഷത്തേക്കുള്ള ആയുരാരോഗ്യം, വർഷത്തേക്കുള്ള ആത്മീയ ധൈര്യം, ആത്മീയ ഉന്നതി നൽകാൻ മാത്രം ശക്തിയുള്ള ആ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതുവഴി അതെടുക്കാനും അതുവഴി സ്വർഗഗ്രസ്തരിൽ ഉൾപ്പെടാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ.